ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി റീയൂസ് ഐഡിയ ആണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ബൾബ് റീയൂസ് ഐഡിയ. ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ സാധാരണ LED ബൾബാണ് കേട്ടോ. ഇങ്ങനത്തെ ബൾബാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇന്നൊരു ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ബൾബിൻ്റെ ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ക്രാഫ്റ്റിന് ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഇത് കൈകൊണ്ട് തന്നെ ഊരിയെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് അതുമ്പോൾ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴയൊരു തുണി ഉപയോഗിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പഴയ കാർഡ്ബോർഡിന്റെ പീസസ് ആണ്. നമുക്ക് ആദ്യം ഈ ബൾബ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു അളവിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ്, വീണ. ക്ലേ ഒന്നുമില്ലാതെ തീർത്തും വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ പെയിന്റ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, ആക്രിലിക് പെയിന്റ് ആവശ്യം വരും. അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി കുറച്ചങ്ങോട്ട് നീട്ടി വരയ്ക്കണം. ഞാനൊരു 10 സെന്റിമീറ്റർ അളവെടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ വരച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വേറെ 2-3 പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള നീളം വീതിയും 10 സെന്റിമീറ്ററിൽ തന്നെ നീളം വീതിയും ഈക്വൽ ആയിട്ടുള്ള 2 പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വെട്ടിയെടുത്തതുണ്ടല്ലോ, അത് നമുക്ക് ഈ ബൾബിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു ന്യൂസ് പേപ്പർ റോളാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ സെയിം അളവിൽ വേണം. അപ്പോൾ നമ്മളിതാ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് ആ ഒരു അളവിൽ നമ്മൾ മടക്കിയെടുക്കുകയാണ്. അങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗം ഒരറ്റം നമ്മൾ പെൻസിലോ അല്ലെങ്കിൽ ബ്രഷോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് പുറകിലേക്ക് ഇതേപോലെ മടക്കി വെച്ച് ഒട്ടിക്കാം. അപ്പം നമുക്ക് ആ വീണയുടെ ആ ഒരു അറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് ഒട്ടിച്ചതിന് ശേഷം അതിന്റെ പുറകിലായിട്ട് നമ്മൾ വേറെ 2 പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കാർഡ്ബോർഡിന്റെ. അതും കൂടി നമുക്ക് ഒട്ടിക്കാം. ഒട്ടിക്കുമ്പോൾ നമ്മൾ ആ ബൾബും മുഴുവൻ കൂടി ഗ്ലൂ ആക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വിട്ടുപോരും. അങ്ങനെ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു വൈറ്റ് ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതേപോലെ കവർ ചെയ്തിട്ട് ഒട്ടിക്കണം. അപ്പോഴാണ് നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ആ ചാർട്ട് പേപ്പർ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ വെട്ടിയെടുക്കുന്നുണ്ട്. ഇത് ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. വേറൊരു പേപ്പർ സ്ട്രിപ്പും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. 1/2 സെന്റിമീറ്റർ തികച്ചുണ്ടാവില്ല. ഇത് നമ്മൾ ഈ ഒരു സൈഡിലായിട്ടാണ് ഒട്ടിക്കേണ്ടത്. നമ്മൾ സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണങ്ങാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് പെയിന്റ് ചെയ്തെടുക്കാം. പെയിന്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ആക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഓറഞ്ച്, ബ്രൗൺ, റെഡ്, വീണയുടെ ഏകദേശം കളർ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഓറഞ്ചും ബ്ലാക്കും കൂടി മിക്സ് ചെയ്യാണ്. അപ്പൊ നമുക്കൊരു ലൈറ്റ് ബ്രൗൺ പോലെ കിട്ടും. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആ ബ്ലാക്ക് കളർ ജസ്റ്റ് ബ്രഷിലൊന്നാക്കിയിട്ട് ടച്ച് ചെയ്ത് കൊടുക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച കളർ നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കാം. കുറേ അങ്ങോട്ട് ചേർക്കുമ്പോൾ പെട്ടെന്ന് കളർ ഡാർക്കായി പോവും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരു ലൈറ്റ് ബ്രൗൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ആക്രിലിക് പെയിന്റ് ആയിരിക്കും നല്ലത് കേട്ടോ. ഇതിന് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കാണാൻ ഭംഗി ഈ പെയിന്റ് യൂസ് ചെയ്യുമ്പോഴാണ്. ഒരു പ്രാവശ്യം പെയിന്റ് ചെയ്തിട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടും കൂടി നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിത് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ട് കാണാം.
അത് പെയിന്റ് ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ 2 പേപ്പർ റോളാണ് എടുത്തിരിക്കുന്നത്. ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ചുരുട്ടി എടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ. അപ്പൊ 2 ന്യൂസ് പേപ്പർ റോളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ചുരുട്ടാട്ടോ. ടൈറ്റായി ചുരുട്ടിയെടുക്കാം. അങ്ങനെ ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ കൈകൊണ്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മുനയുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഞാൻ ഗോൾഡൻ പെയിന്റ് യൂസ് ചെയ്തിട്ടൊന്ന് പെയിന്റ് ചെയ്തെടുക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് നമ്മൾ 2 കോട്ട് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗത്ത് മാത്രമാണ് നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് 1 കോട്ട് അടിച്ചിട്ടുള്ളൂ. ഗോൾഡൻ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഈ അടിഭാഗം നമുക്കൊന്ന് കവർ ചെയ്യണം. അപ്പോൾ നേരത്തെ യൂസ് ചെയ്ത കാർഡ്ബോർഡ് പീസിനെ എടുത്തിട്ട് ഇതിന്റെ ഭാഗത്തിന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെയും നമുക്ക് ഗോൾഡൻ പെയിന്റ് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പണികളിലേക്ക് കടക്കാം. ഇനി നമ്മുടെ വീണയിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുക്കണം, കുറച്ച് ഭാഗത്ത്. അപ്പൊ ആ ഒരു ഷേപ്പ് ഞാൻ ആദ്യം പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കുകയാണ്. അതിനുശേഷം കറക്റ്റ് ആയതിനു ശേഷം ഞാനത് ഒരു CD മാർക്കർ ഉണ്ട്, അത് ഉപയോഗിച്ച് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് പെയിന്റ് ചെയ്തു കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഇതിന്റെ സൈഡിൽ നമ്മൾ ആ പേപ്പർ ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് നമുക്കത് അറിയാനായിട്ട് പറ്റും. അവിടെ നമുക്ക് ഗോൾഡൻ പെയിന്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗോൾഡൻ പെയിന്റ് ഇല്ലെങ്കിൽ വൈറ്റ് കളർ ആയാലും യൂസ് ചെയ്യാം കേട്ടോ, ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മുഴുവനായിട്ടും പെയിന്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഈ 2 ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു റൗണ്ട് ഷേപ്പിലൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ കറക്റ്റ് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പേനയുടെ ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് പെയിന്റ് ചെയ്തെടുക്കാണ്. ഇനി ഇതിന്റെ ഈ മുകൾ ഭാഗത്തായിട്ട് ഞാൻ 3D ഔട്ട്ലൈനർ ആണ് യൂസ് ചെയ്യുന്നത്, ഗോൾഡൻ കളർ. അല്ലെങ്കിൽ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇതും കൂടി നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ 2-3 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ചെറിയ പീസസ് ആണ്. ഇത് നമുക്ക് ചേർത്ത് ഒട്ടിക്കാം, കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒട്ടിച്ചതിന് ശേഷം 4 സൈഡും ഈക്വൽ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ എടുക്കാം. അതിനുശേഷം ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതേപോലെ 2 നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അപ്പം അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ തീപ്പെട്ടിക്കോലുകളാണ്. ഇത് നമ്മൾ ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുത്തില്ലേ കുറച്ച് ഭാഗത്ത്, അതിന്റെ ഭാഗത്തിന് ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ. ഇതെല്ലാം നമുക്ക് ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. എന്നിട്ട് ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ പെയിന്റ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, അത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രിങ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ നമ്മുടെ കട്ടിയുള്ള നൂലാണ് എടുത്തിരിക്കുന്നത്.
നൂലൊട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, അത് നമുക്ക് ഇതിൻ്റെ ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നൂലൊട്ടിക്കാം. നമ്മൾ 4 സ്ട്രിങ് ആയിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഇത് കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ ഗിറ്റാറിൻ്റെ വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞൊരു മിസ്റ്റേക്ക് അതായിരുന്നു. ഞാനതിൽ 3 സ്ട്രിങ് ആണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ കറക്റ്റ് 4 വേണ്ടിയിരുന്നത്. അപ്പോൾ അതിലെനിക്ക് അങ്ങനൊരു മിസ്റ്റേക്ക് പറ്റി. ഇത് കറക്റ്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ നൂലെല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡിൽ വെക്കുന്ന സാധനമാണ്. അതിന് നമ്മൾ നേരത്തെ പോലെ തീപ്പെട്ടിക്കുള്ളികളാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഈക്വൽ അളവിൽ കട്ട് ചെയ്യണം കേട്ടോ. ചെറുത് മതി, ചെറിയ ചെറിയ പീസസ് മതി. ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒരു സൈഡിൽ നമ്മൾ 4 മറ്റേ സൈഡിൽ 2 ഒട്ടിക്കുന്നത്. ഞാൻ കുറെ പിക്ചർ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ മാച്ച് സ്റ്റിക്ക് ഒട്ടിച്ചതിന് ഞാൻ ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോൻ്റെ മിസ്സായി. അതുപോലെ തന്നെ നമുക്കിതിന്റെ ഈ ഒരു അറ്റത്തായിട്ട് ഗോൾഡൻ പെയിന്റും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. അതിൻ്റെയും വീഡിയോ ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ ഇതാ നമ്മുടെ മിനി വീണ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഇത്രയും ഭംഗിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കുറേ നാളായി വിചാരിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കണം. ആ ഗിറ്റാറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തൊട്ടേ വിചാരിക്കുന്നതാണ്. അപ്പോൾ പക്ഷെ എങ്ങനെ വരും, എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ലാത്ത കാരണമാണ് ചെയ്യാതിരുന്നത്. എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കണം എന്നായിരുന്നു എനിക്ക്. ക്ലേ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ക്ലേ ഉണ്ടാവില്ലല്ലോ. കുറേ പേര് ക്ലേ ഇല്ലാത്ത വീഡിയോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല. കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരാം കേട്ടോ. മെയിൽ ഐ ഡിയും ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഫേസ്ബുക്ക് ഐ ഡിയും ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ അയച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻസ് വരുന്നതിൽ ഓൾ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.